തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പ് പുട്ട് ഏറ്റവും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും ഗോതമ്പ് പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അത് നനയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ പൊടി അതുപോലെ തന്നെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ച് ഈ നമ്മൾ എടുത്തു വെച്ച ബൗള് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി ഒരു 5 മിനിറ്റ് ആവി കയറ്റണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം എടുത്തതാണിത്. ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. ആവി കയറ്റി കഴിയുമ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ഇത് നമുക്ക് ആ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമ്മളൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് പൊടിക്ക് നമുക്ക് നനയ്ക്കാനൊരു 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം 1/4 കപ്പ് വെള്ളമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന എങ്ങനെയാണോ അങ്ങനെ നനച്ചെടുക്കാം. നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നനച്ചെടുക്കാം. ഞാനിപ്പോൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന കണക്ക് നനച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 2-3 പൾസ് കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നനവ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും. ഇങ്ങനെ നനയ്ക്കുമ്പോൾ നമുക്ക് വേഗം പുട്ടിന് നനച്ചെടുക്കുകയും ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളത്തിൽ നനച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അല്പമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പുട്ട് ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും നനച്ചെടുക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഇത്. വെള്ളം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം എടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. അപ്പം നമ്മളിത് 2 പൾസ് അടിച്ച് പൊടി നനച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ കട്ടിയാവും. അതാണ് പൊടി നനഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. അത് ഏത് പുട്ടിൻ്റെ പൊടിയാണേലും നനച്ച് കഴിയുമ്പോൾ ഇതുപോലെ എടുത്ത് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പം നല്ല കട്ടയാവുമെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ളൊരു പരുവം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലോ സാധാരണ പുട്ടുകുറ്റിയിലോ ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിനകത്തോ ഒക്കെ വെച്ചിട്ട് ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ആവിയിൽ വെച്ച് വേവിച്ച പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പൊടി മിക്സിയിൽ വെച്ച് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്പം നെയ്യ് കൂടി ചേർക്കാം, ജീരകം ചേർക്കാം. ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേർക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. ഈ പുട്ട് നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് തട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടത്. ആദ്യം ഗോതമ്പ് പൊടി തന്നെ ഇടണം. ഇനി എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ ഒരു കപ്പിന് 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ വെന്ത ചോറാണെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ നനവുള്ള ചോറാണെങ്കിലും 1/4 കപ്പ് മാത്രമേ എടുക്കാവൂ. അതിൽ പ്രസ് ചെയ്ത് എടുക്കുകയും ചെയ്യരുത്. ഇതിപ്പം കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുള്ള ചോറാണ്. ഇതിനി നമുക്ക് ഒരു 12 പൾസ് അടിച്ചെടുക്കാം. പൾസ് ബട്ടൺ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതൊരു 12 പൾസ് അടിച്ചപ്പോൾ എന്താണ്ട് ഇതുപോലെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. കറക്റ്റാണ് ഇത്. ഞാൻ വർഷങ്ങളായിട്ട് ഗോതമ്പ് പുട്ടും അരിപ്പൊട്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നനവ് ഒക്കെ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം നെയ്യ് കൂടി ചേർക്കാം. പൾസ് ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് നോക്കണം. കൂടുതൽ സമയം പൾസ് ചെയ്താൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു 10 പൾസൊക്കെ ആകുമ്പോഴേക്കും മാവെടുത്തൊന്ന് നോക്കുക. അപ്പോൾ നമുക്കിത് സാധാരണ പുട്ടുണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കിയെടുക്കാം. പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റ് പുട്ടാണ്. നല്ല ചൂട് പുട്ട്. കണ്ടോ, നല്ല ചൂടാണ്, എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ 2 പുട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 100% പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള 2 രീതിയാണ് ഞാനിവിടെ കാണിച്ചത്. ഒന്ന് ചോറ് ചേർത്തും ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത പൊടി കൊണ്ടുള്ള പുട്ടും. രണ്ടും നല്ല സോഫ്റ്റാണ്. ആവിയിൽ വേവിച്ച പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്.
ഇതിന് ചോറ് ചേർത്തുണ്ടാക്കുന്ന പുട്ടിന് ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് കൂടുതലുണ്ട്. സോഫ്റ്റ്നെസ്സിലും ടേസ്റ്റിലും ഒക്കെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത 2 രീതിയിലുള്ള പുട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ചോറ് ചേർത്തിട്ടുള്ള പുട്ടാണ്. അതാവുമ്പോൾ നമ്മുടെ കയ്യിലെങ്ങും മാവോ ചോറോ ഒന്നും പറ്റാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അരിപ്പുട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ചോറ് ചേർത്തിട്ടുള്ള പുട്ട്. ഇപ്പം നെയ്യും ജീരകവും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ പുട്ടിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടാം. പൊതുവേ ഗോതമ്പ് പുട്ട് ഇഷ്ടമല്ലാത്തവർക്കും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടും. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ 2 ഗോതമ്പ് പുട്ടിനും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ പറയണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക്